ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോസി കോർണർ. സോ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. എന്താ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ ഗൈസ്, നമ്മളൊരു മൈ മെലഡി തീമിലുള്ള ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്നത് ഒരു A4 ഷീറ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ പാക്കേജിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു മൈ മെലഡി വരച്ചു കൊടുക്കാം. എനിക്ക് ഈ മൈ മെലഡീനെ പറ്റിയിട്ടൊന്നും വലിയ ധാരണയില്ല. ഞാനിതൊക്കെ പിൻട്രസ്റ്റ് നോക്കിയിട്ട് അതേപോലെ വരച്ചു കൊടുക്കുകയാണ്. സാൻഡ്രിയോ അല്ലെങ്കിൽ കുറോമി അങ്ങനത്തെ ഒരു കാര്യത്തിനോടും എനിക്ക് വലിയൊരു ഫാൻ അങ്ങനെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. പക്ഷേ എനിക്കൊരു ബ്ലൈൻഡ് ബാഗ് അൺബോക്സിങ് വീഡിയോസും ASMR വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഏകദേശം കൊളായി. ബിക്കോസ് ഞാൻ വരച്ച പിക്ചറിൻ്റെ സ്റ്റെയിന് നമ്മുടെ ബാക്കത്തെ പേജിൽ ചെറുതായിട്ടൊന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് ഫുഡ് കഴിക്കേണ്ട ടൈമായി. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചു. സോ നമ്മൾ സെക്കൻഡ് അറ്റംപ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വരച്ച അതേ പിക്ചർ നമുക്കൊന്നും കൂടി വരയ്ക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു പിക്ചറിൻ്റെ ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് കളർ ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു കളറിങ് പ്രോസസ്സ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിരുന്നു. അപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള മൈ മെലഡി ഒരു സ്ട്രോബെറി ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു ക്യൂട്ട് മൈ മെലഡിയാണ്. ഇനി നമുക്ക് ഇതിന് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു ഔട്ട്ലൈൻ വരുമ്പോഴാണ് ഒരു പിക്ചറിൻ്റെ കംപ്ലീറ്റ് ലുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്കതിൽ മൈ മെലഡി ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതി കൊടുക്കാം. ഈ ഒരു വീഡിയോ ഇങ്ങനെ ടൈം ലാപ്സിൽ കാണുമ്പോൾ ഭയങ്കര സുഖമുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബ്ലൈൻഡ് ബാഗിൽ തന്നെ നമുക്ക് ഒരുപാട് തീംസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഈ ഒരു മൈ മെലഡിയാണ് കുറച്ചും കൂടിയും സിമ്പിളായിട്ട് തോന്നിയത്. ആൻഡ് അതുകൊണ്ടാണ് ഞാനിതെടുത്ത്. ഇത് മാത്രമല്ല കേട്ടോ സിമ്പിൾ, ഒരുപാട് വേറെ വെറൈറ്റീസ് ഓഫ് ബ്ലൈൻഡ് ബാഗ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും അങ്ങനെ ട്യൂട്ടോറിയലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓൺലി അൺബോക്സിങ് മാത്രമേ കാണാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ പാക്കേജിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ചും കൂടി അടിപൊളിയാക്കണ്ടേ. ഇനി ആ ഒരു ബാഗ് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ലാവൻഡർ കളറും ബേബി പിങ്ക് കളറുമാണ്. ഫ്ലവേഴ്സ് മാത്രമല്ല, കുറച്ച് ക്ലൗഡ്സും കൂടി വരച്ച് നമുക്കതിനെ കുറച്ചും കൂടി ക്യൂട്ടാക്കി എടുക്കാം. അപ്പോൾ ഇതിനാണെങ്കിലും ഔട്ട്ലൈൻ വന്നപ്പോഴാണ് ഇതിനൊരു കംപ്ലീറ്റ് ലുക്ക് വന്നത്. സോ ഇനി നമുക്ക് ആ ഒരു ബാഗിൻ്റെ ബാക്ക് പേജാണ് ചെയ്യാനുള്ളത്. സെയിം ക്ലൗഡ്സ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ആ ഒരു ബാക്ക് പേജും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലൈൻഡ് ബാഗിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ഈ ഒരു ഗ്രിഡ് ചാർട്ട്. നമ്മുടെ ആ ഉള്ളിൽ എന്ത് സാധനമാണോ നമുക്ക് കിട്ടിയെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആ ഒരു ചാർട്ടിനെയാണ് നമ്മൾ ഈ ഗ്രേഡ് ചാർട്ട് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ബാക്കിൽ അത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ 4 ഗ്രേഡ്സ് ആണുള്ളത്. അപ്പോൾ ഓരോ ഗ്രേഡ്സിനും ഓരോ കളേഴ്സ് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രേഡ്സ് എഴുതി കൊടുക്കാം. ഒന്നാമത്തേത് കോമൺ ആണ്, പിന്നെ റയർ, എപ്പിക്, ലെജൻഡറി, അങ്ങനെ 4 ഗ്രേഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ആ ബ്ലൈൻഡ് ബാഗിൻ്റെ കട്ടിംഗ് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മുടെ ബാഗ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ കുറച്ച് മൈന്യൂട്ട് വർക്ക്സ് ചെയ്യാം. സോ പാക്കേജിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു സ്ക്വിഷി ഉണ്ടാക്കാം. അപ്പോൾ അതിൽ ഞാനൊരു ക്യൂട്ട് മൈ മെലഡീനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹാറ്റ് വന്നിട്ട് ഒരു കളർ ചേഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എക്സാക്റ്റ് ആ ബാഗിൽ കൊടുത്ത ആ ഒരു പിക്ചർ അല്ല കൊടുക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പിക്ചർ നമ്മളിതിൽ വരച്ചിട്ട് നമുക്കതിനെ സ്ക്വിഷി ആക്കാം. അപ്പോൾ ഫ്രണ്ട് പേജിലുള്ള മൈ മെലഡിയും ഈ മൈ മെലഡിയും തമ്മിൽ എന്താ ഡിഫറൻസ് വെച്ചാൽ, ആ ഒരു മൈ മെലഡി സ്ട്രോബെറി പിടിച്ചിട്ടായിരുന്നു ഇന്ന്, ഈ ഒരു മൈ മെലഡി ഒരു സ്റ്റാർ പിടിച്ചിട്ടാണ് നിൽക്കണേ. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ബ്ലൈൻഡ് ബാഗും കൊണ്ട് എന്താണ് യൂസ്. സംഭവം സർപ്രൈസിങ് ഒക്കെ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേക്കൊക്കെ ഇത് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഇനി നമുക്ക് അതേ റേഷ്യോയിൽ അതിന്റെ ബാക്കിൽ വെക്കാനുള്ള ഒരു പേജും കൂടി കട്ട് ചെയ്തെടുക്കാം. പിന്നെ സ്ക്വിഷി ഉണ്ടാക്കാനായിട്ട് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേണ്ട പിക്ചർ കട്ട് ചെയ്തെടുത്ത ശേഷം
നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്ലിയർ ടാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മളത് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലുള്ള ഒരു പേജിൽ ഇത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു സൈഡ് വിട്ടു കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് കുറച്ച് കോട്ടൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ സ്ക്വിഷി ഉണ്ടാക്കുന്ന പരിപാടി. ആൻഡ് അതിൻ്റെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കിയിട്ട് വേണം നമ്മൾ ക്ലിയർ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ. കണ്ടില്ലേ, ഈ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. മെഷീൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്കങ്ങനെ നെക്കി കളിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത്രേ ഉള്ളൂ. ചിലവർക്ക് ഇതൊക്കെ ഭയങ്കര ക്രേസ് ആയിരിക്കും. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നത് നമുക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പേപ്പറാണ്. ആൻഡ് ഇനി നമുക്ക് ആ സ്ക്വിഷി ഇട്ട് വെക്കാനായിട്ട് വേറൊരു പാക്കേജിങ് കൂടി ഉണ്ടാക്കാം. അപ്പം നേരത്തെ ചെയ്ത പാക്കേജിങ്ങിൻ്റെ സെയിം മെത്തേഡാണ് ഈ ഒരു പാക്കേജിങ് ചെയ്യാനും. അപ്പോൾ ഇതിലും നമ്മൾ ആ ഒരു ക്യൂട്ട് ലിറ്റിൽ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജിങ്ങിൽ നമുക്കൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണല്ലോ. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലാത്തവർക്ക് അതൊരു സ്മോൾ സീൽഡ് ബാഗ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്യൂട്ട് സർപ്രൈസസ് ഉണ്ടാവും. നമ്മളത് തുറക്കുന്നത് വരേക്കും നമുക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന്. പിന്നെ ആ ഒരു ബ്ലൈൻഡ് ബാഗ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ കിട്ടും, യു ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എന്താണോ കിട്ടിയിട്ടുള്ളതെന്ന് ആ ഒരു കളർ ഉണ്ടല്ലോ, റൗണ്ടിൽ വരച്ച് വെച്ച കളറ്, അത് അതിലുണ്ടാകും. ആൻഡ് നമ്മൾ ആ ഒരു ബാഗിൻ്റെ ബാക്കിൽ പോയി നോക്കുക. ആൻഡ് ഏതാണ് നമുക്ക് കിട്ടിയത് നമുക്ക് മനസ്സിലാകും. അങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ മെക്കാനിസം. നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് ബാഗ് പാക്ക് ചെയ്യല്ലേ. അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലൈൻഡ് ബാഗ് നല്ല ഇഷ്ടമായി. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. സോ നമുക്കിനി പാക്കിങ്ങിലേക്ക് കടക്കാം. എനിക്ക് ഈ പാക്കിംഗ് വീഡിയോസിൻ്റെ ASMR സൗണ്ട്സ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏത് നേരം കുറച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്തെ വീട്ടിലത്തെ പട്ടി എന്തോ ഭാഗ്യത്തിന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മിണ്ടാതിരുന്നു. പക്ഷേ ഇടയ്ക്ക് ചില സൗണ്ടുകളൊക്കെ വരുന്നുണ്ടെങ്കിലും കുറച്ച് നേരത്തിന് മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ക്വിഷീനെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രിങ്കിൾഡ് പേപ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചുമ്മാ ഒരു ഷോക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഗ്ലൂ തേച്ചിട്ട് ഇത് സീൽ ചെയ്ത് കൊടുക്കാം. കേട്ടില്ലേ ഞാൻ പറഞ്ഞ അപ്പുറത്ത് വീട്ടിലത്തെ പട്ടിയുടെ കുരയ്ക്കല്. അപ്പം നമ്മുടെ മൈമെലഡി തീമിലുള്ള ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഈ ഒരു ബാക്ക് പേജിൽ എന്തോ ഒരു കുറവ് പോലെ. അപ്പോൾ ഞാൻ ആ ഒരു സർക്കിൾസിനും ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കേജിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണാം. എന്തായാലും സംഭവം നല്ല സാറ്റിസ്ഫൈങ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.